നമസ്കാരം. ഷൊർണൂർ മണ്ഡലത്തിലാണ് എന്നുള്ളത്. ഷൊർണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം നമുക്കറിയാം സിറ്റിംഗ് MLA ആണ്. ഷൊർണൂർ മണ്ഡലത്തിൽ രണ്ടാമതും അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട്. മമ്മിക്കുട്ടിക്ക് ആദ്യം പ്രചരണം തുടങ്ങിയതാണ്. മറ്റു സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രചരണം തുടങ്ങി. ഇപ്പോൾ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു 2-3 ഘട്ടമൊക്കെ പര്യടനം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ പ്രതികരണം? ആദ്യം പ്രചരണം തുടങ്ങാൻ കാരണം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞു. ആദ്യത്തെ റൗണ്ടിലൊക്കെ തന്നെ ജനസമ്പർക്ക പരിപാടി, ഗൃഹസന്ദർശനം എന്ന നിലയ്ക്കുള്ള പ്രചരണമാണ് നടത്തിയത്. പിന്നീട് രണ്ടാമത് നമ്മൾ അതായത് കേന്ദ്രങ്ങളിൽ അവരേർപ്പെടുത്തുന്ന സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങൾ, കൺവെൻഷനുകൾ അതും ഇതിൻ്റെ ഭാഗമായൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം റാലികളാണ്. ലോക്കൽ റാലികൾ, പഞ്ചായത്ത് റാലികൾ തുടങ്ങിയ റാലികളുണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം അവർക്ക് ബഹുജന സമ്പർക്ക പരിപാടി എന്ന നിലക്ക് അവശേഷിക്കുന്ന ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇനി കാണാൻ ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തി അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയി വോട്ടഭ്യർത്ഥിക്കുന്ന പരിപാടി റാലികൾക്ക് ശേഷം 5-ാം തീയതിക്ക് ശേഷവും 2 ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 37,000-ലധികം ഒരു ഭൂരിപക്ഷത്തിലാണല്ലോ ഈ മണ്ഡലത്തിൽ ജയിച്ച്. ഇത്തവണ അതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടും തന്നെയാണ് പറയുന്നത്. 37,000 എന്ന് പറഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ പ്രകാരം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 2026 ആകുമ്പോഴേക്കും ഏറെക്കുറെ നടപ്പാക്കി കഴിഞ്ഞു. ആ നടപ്പാക്കി കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജനങ്ങൾ, വോട്ടർമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അന്ന് ലഭിച്ചതിനേക്കാൾ വോട്ടും അതുപോലെ തന്നെ ഭൂരിപക്ഷവും വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. തുടർഭരണം എന്താണ് പറയാൻ? തുടർഭരണത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ. എതിരാളിക്കും സംശയമൊന്നുമില്ല. അത് ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയൊരു തുടർഭരണം, ഇതിൻ്റെ ഭരണം അല്ലെങ്കിൽ ഞങ്ങളുടെ കഥയൊക്കെ കഴിയും, കേരളത്തിൻ്റെ കഥ കഴിയുമെന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഷൊർണൂർ മണ്ഡലം ഇത്തവണ അട്ടിമറിയും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ പറഞ്ഞു നടക്കുന്നത്. ഇടതുകോട്ട പൊളിയുമെന്നാണ് പറയുന്നത്. എന്താണ് അതിനോട് പ്രതികരണം? അതിന് അത്യാവശ്യം പ്രവർത്തന രംഗത്ത് ആൾ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെ പറയണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നിൽക്കുമോ? ജയിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയാം. 3 തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ റിസൾട്ടിൻ്റെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വെറുതെ കിട്ടുന്നതല്ല. ഈ മുന്നണിയും ഗവൺമെൻറ്റും നടപ്പാക്കുന്ന ജനപക്ഷപരമായ വികസനപരമായ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. മനസ്സിലായില്ലേ? അവർ തോൽക്കാൻ കാരണം അവരുടെ നിലപാടിനെതിരായിട്ടുള്ള ആളുകളുടെ പ്രതിഷേധമാണ്. താങ്കൾ ഒരു അണ്ടർ പെർഫോമിംഗ് MLA എന്നൊക്കെ എന്നാണ് കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥിയൊക്കെ നമ്മളോട് പ്രതികരിക്കേണ്ടത്. എന്താണ് അണ്ടർ പെർഫോമിംഗ് MLA ആയിട്ടാണ് ജനങ്ങൾ കാണുന്നത് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ പെർഫോമൻസ് ഇപ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ജനങ്ങളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അത് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് നന്നായി ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പി മമ്മിക്കുട്ടി LDF സ്ഥാനാർത്ഥി പ്രചരണം തുടരുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയും അതുപോലെ തന്നെ വോട്ടഭ്യർത്ഥിച്ചുമൊക്കെയാണ് അദ്ദേഹം പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയ പോലെ തന്നെയുള്ള വലിയ വിജയം ഇത്തവണയും ഇടതുപക്ഷത്തിനുണ്ടാകും. ഒരു കോട്ടവും ഈ ഷൊർണൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിക്കില്ല. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പി മമ്മിക്കുട്ടി പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്.